ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ലേ, നമുക്ക് കുറച്ചൊന്ന് കേരളീയമായല്ലോ. തീർച്ചയായും. ഓക്കെ, ഇന്ന് നമ്മൾ വി ആർ ഓണേർഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് 2 ആർട്ടിസ്റ്റ്. ഈ 2 ആർട്ടിസ്റ്റും നമ്മുടെ നാട്ടിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറയാം. കേരള ക്ലാസിക്കൽ കലയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ, കലയെ ആസ്വദിക്കുന്ന ആൾക്കാർ, തിരുനോട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് 12 ദിവസത്തെ കഥകളി വർക്ക്ഷോപ്പ് നടക്കുകയാണ് ദുബായിൽ. നാട്ടിൽ പോലും 12 ദിവസത്തെ വർക്ക്ഷോപ്പ് നടക്കും തോന്നുന്നില്ല. അവിടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു എന്നല്ലാതെ ഈ 12 ദിവസത്തെ ആർട്ട് വർക്ക്ഷോപ്പ് നടക്കുന്നതൊക്കെ വളരെ കുറവാണ്. എന്തായാലും ഇവിടെ 12 ദിവസത്തെ ഒരു ആർട്ട് വർക്ക്ഷോപ്പ് സമീക്ഷ എന്ന് പറഞ്ഞ് നടക്കുന്നു. അത് നയിച്ചു കൊണ്ടുവന്നത് പീശിപ്പള്ളി രാജീവൻ സാറാണ്. എന്തായാലും സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അതിനോടൊപ്പം നെടുമ്പള്ളി രാമോഹൻ സാറുമുണ്ട്. കഥകളി വായ്പാട്ടിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയും കഥകളിയെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ സംസാരിക്കാം. എന്തായാലും വിഷുവിൻ്റെ ആ സമയമാകുമ്പോൾ നമുക്ക് ആ ഒരു വിഷുവിൻ്റെ ഫീലും കേരളത്തിൻ്റെ ആ ഒരു തനിമയും കഥകളിയും എല്ലാം നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു ദ ഷോ സർ. നമസ്കാരം. നമസ്കാരം. കഥകളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ബേസിക് ഒരു ഐഡിയ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഈ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, പച്ച, കത്തി, കരി അങ്ങനെയുള്ള കിരാതം അങ്ങനെയുള്ള ചില വേഷങ്ങൾ നമുക്ക് വരും. വെള്ളത്താടി, ചുവന്ന താടി. എന്താണ് ഈ ഒരു സാധാരണക്കാരന് കഥകളി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്നത് കഥകളിയിൽ ആണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. എന്താണ് ഈ ഡിഫറൻസിയേഷൻ്റെ കാര്യം? എന്താണ്? കഥ മാത്രം അറിഞ്ഞാൽ പോരാ എന്നുള്ളതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. കഥകളിയിലെ കഥയും അറിയണം, ഒപ്പം കളിയും അറിയണം. അപ്പോൾ ചില കളി നിയമങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സമീക്ഷ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കളി നിയമങ്ങൾ പാലിച്ച് കളിക്കുന്ന കളി കൂടുതൽ ആസ്വദിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എല്ലാ കളികൾക്കും കളി നിയമങ്ങൾ പാലിക്കപ്പെടുമ്പോഴാണ് അത് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുക. തീർച്ചയായിട്ടും. അപ്പോൾ കഥകളി ആസ്വദിക്കണമെങ്കിൽ ആ കളിയുടെ ചില നിയമങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതറിയിക്കാൻ വേണ്ടിയിട്ട് ആസ്വാദകരെ അറിയാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സമീക്ഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജീവ് സാർ, ഒരു കാര്യം, ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, അതായത് കഥകളി എന്ന് പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാപ്സ്യൂൾ കഥകളിയായി മാറിയിട്ടുണ്ട്. ഈ ക്യാപ്സ്യൂൾ കഥകളിയിൽ തിരനോട്ടമില്ല, നേരെ അങ്ങ് വന്ന് വേഷം അങ്ങ് വരുന്നു, ആ ഒരു കഥയുടെ ഒരു പോർഷൻ മാത്രം കാണിക്കുന്നു. എന്തിന് തമാശ പോലും പറയുന്നത്, ഇപ്പോൾ ഈ കീചകനെ വധിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയാണെങ്കിൽ വേണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ആ ലെവലിലാണ് ഇപ്പം പറയുന്നത്. ശരിക്കും ഒരു കഥകളി ആട്ടം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ആട്ടത്തിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മേജർ പോർഷൻ വരുന്നത്? അല്ല, ഇത് ഈ ക്യാപ്സ്യൂളാക്കുമ്പോൾ എൻ്റെ മേജർ എലമെൻറ്റ്സ് പോകുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നാട്ടിൽ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യണത്. കേരളത്തിലുള്ളവർ നമ്മൾ വളരെ തിരക്കുള്ളവരാണെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അവർ തിരക്കൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരുന്ന് സീരിയൽ കാണുകയാണ് ചെയ്യുന്നത്. എങ്കിലും അവർ പ്രിറ്റൻഡിങ്. അല്ല, അതിലിപ്പോൾ നമുക്ക് പ്രശ്നവും പറയാൻ പറ്റില്ല. കാരണം ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം PSCയിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർക്ക് സീരിയലാണ് പറയാം. അപ്പൊ പിന്നെ കഥകളി അവർ സീരിയൽ കാണുന്നതിൽ, കഥ കാണുന്നതിൽ പ്രശ്നമില്ല. അപ്പൊ ഈ കഥകളി ആവശ്യപ്പെടുന്ന ഒരു ടൈം സ്പാൻ ഉണ്ട്. അത് ചെയ്യുമ്പോഴാണ് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ടിങ് മെത്തഡോളജി അല്ലെങ്കിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ആവശ്യപ്പെടുന്ന സമയത്തിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പക്ഷേ ഇതിന് പ്രേക്ഷകരും കൂടി തയ്യാറാവണം. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിങ്ങനെ ക്യാപ്സ്യൂൾ ആക്കും തോറും ഈ കലാകാരൻ്റെ കപ്പാസിറ്റിയും കുറഞ്ഞു വരിക. അവന് ഇത്രയും നേരം സസ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുക്കാനെന്നുള്ള കഴിവ് ഇങ്ങനെ താരതമ്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു പക്ഷേ തിരനോട്ടം പോലൊരു സംഘടന ചെയ്യുന്നത് ഇപ്പോൾ ഈ ആസ്വാദകരെ മാത്രമല്ല, കലാകാരന്മാരെ കൂടി അവർ അതിൻ്റെ ശരിക്കുള്ള രൂപത്തിൽ, ശരിക്കുള്ള ഭാവത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രാപ്തരാക്കുക എന്നുള്ളത് കൂടി ചെയ്യുന്നുണ്ട്. ഈ ഡ്യൂറേഷൻ കുറയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ പോകുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് തിരനോട്ടം, എന്താണ് അത് കഴിഞ്ഞ് പിന്നെ സംഭവിക്കുന്നത്, എപ്പോഴാണ് വേഷം വരുന്നത്, അങ്ങനെ ഒരു കണക്കില്ലേ? അത് എങ്ങനെയാ പറയാ നമുക്ക് ഒരു സാധാരണക്കാരന് കാണുകയാണെങ്കിൽ? പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേളികൊട്ട് മുതൽ തുടങ്ങും കഥകളി അവതരണത്തിൽ. അപ്പം കഥകളി ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ഇതാണ് കേളികൊട്ടൽ. കേളികൊട്ട് കേട്ടാൽ അവിടെ ആ സ്പോട്ടിൽ കഥകളി നടക്കുന്നുണ്ടെന്ന് അറിയിപ്പായി സന്ധിക്കുക ചെയ്യാം. കഴിഞ്ഞ് രാത്രി അത്താഴമൊക്കെ കഴിച്ചാൽ എല്ലാവരും വന്ന് കഥകളി കാണാനിരിക്കുന്നു, വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് അരങ്ങത്തൊരു കേളിയുണ്ട്, ശുദ്ധമദ്ദളം അല്ലെങ്കിൽ അരങ്ങ് കേളി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് തോടയം, പുറപ്പാട്, മേളപ്പദം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കഥാവതരണം നടക്കുന്നത്. ഇത്രയും അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ ഇപ്പം അത് കുറച്ചിട്ട് നേരിട്ട് കഥ അവതരിപ്പിക്കുന്ന, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ കഥാവതരണത്തിൽ തന്നെ ഈ ചിലത് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ ആദ്യത്തെ ചടങ്ങുകൾ ഒഴിവാക്കിയാൽ പോലും കഥാ അവതരണത്തിലും ചിലത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളത്.
ഇപ്പോൾ ഈ പല കഥകളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാപ്സ്യൂൾ കഥകളി എന്ന് പറയുമ്പോൾ പലരും മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പണ്ടത്തെ കഥകളിയിലൊക്കെ ഉണ്ടായതായി കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. അതായത് ഒരു വേഷക്കാരൻ കാണികളുടെ ഇടയിൽ നിന്ന് വരുന്നു. അതായത് ഒരുപക്ഷെ അർജുനനായിരിക്കാം, വേട്ടയാടിക്കൊണ്ട് വരുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. ആ വക ഇതൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഓഡിയൻസിൻ്റെ. ഇപ്പോൾ ഈ ദുര്യോധനവധം എന്നുള്ള കഥയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. ദുര്യോധനവധം എന്ന് ഏതെങ്കിലും സംഘാടകരിൽ ഒരാൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ ജനപ്രിയതയ്ക്ക് കാരണം ഈ ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറേ അവസരങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ദുശാസനൻ ദ്രൗപദിയെ സഭയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്, കൃഷ്ണൻ ദൂത് പറയാൻ വരുന്നത്, രൗദ്രഭീമനും ദുശാസനുമായിട്ടുള്ള അവസാനത്തെ യുദ്ധം, ഇതെല്ലാം ഈ ഓഡിയൻസിൻ്റെയും കൂടി. അപ്പോൾ നമുക്ക് ഈ തെയ്യം പോലെ ബീയിങ് ഒരു ആയിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കലാകാരന്മാരും പ്രേക്ഷകരും ഒന്നായിത്തീരുന്ന കുറേ ഘട്ടങ്ങൾ ദുര്യോധനവധം പോലുള്ള കഥ. കുചേലവൃത്തത്തിലുണ്ട്. കുചേലൻ്റെ വരവ് ഓഡിയൻസിൻ്റെ അടുക്കുന്ന, കൃഷ്ണൻ്റെ ദ്വാരകയിലേക്ക് വരുന്നത്, അത് തിരിച്ചു പോകുന്നതും ഓഡിയൻസിൻ്റെ ഇടയിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ചില ബന്ധങ്ങളും കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇൻഫാക്ട് എൻ്റെ ലൈഫിൽ ഒരു കാലഘട്ടം ഐ വാസ് ക്രേസി അബൌട്ട് കഥകളി. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് അധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ആൻഡ് നാട്ടിലെന്ന് വെച്ചാൽ ഉത്സവ സമയത്തെ ഇതുണ്ടാവുള്ളൂ. ആ സമയത്തൊക്കെ ഇവിടെ പരീക്ഷയായിരിക്കും, എനിക്ക് നാട്ടിൽ പോകാനും പറ്റില്ല. സോ ഈ ഒരു വർക്ക്ഷോപ്പ് ഐ തിങ്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ യൂത്തിന് കൂടുതൽ അറിയാൻ പറ്റും എന്നെ പോലത്തെ ആൾക്കാർക്ക്. ബിക്കോസ് ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് കഥകളി. ആകെ അറിയുന്ന വെച്ചാൽ ആ ഒരു സമയത്ത് ഓക്കെ ഇന്നിരുന്നാണ് നടക്കുന്നത്, അടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ കണ്ടോ ഇങ്ങനെയാണ് നടക്കുന്നത്. സോ ദിസ് വർക്ക്ഷോപ്പ് ഇസ് റിയലി യൂസ്ഫുൾ ഇവിടുത്തെ യൂത്തിന്. എന്തൊക്കെയായിരിക്കും ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടാവുക? മുദ്രകൾ മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പം മുദ്രകൾ പരിചയപ്പെടുക എന്നൊരു, നമ്മൾ അക്ഷരം എഴുതി പഠിക്കുന്നത് പോലെ നമ്മൾ മണലിൽ എഴുതി പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ആ ടച്ചിങ് എലമെന്റ്. അപ്പോൾ ഈ മുദ്ര കാണിച്ച് പഠിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും, നമ്മുടെ മനസ്സിലല്ല മൊത്തം ശരീരത്തിൽ വരികയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും കൊണ്ട്, പാർട്ടിസിപ്പൻസിനെ കൊണ്ടൊക്കെ ഒരു പരമാവധി മുദ്രകൾ കാണിപ്പിക്കുക, പദങ്ങൾ ഫെമിലിയർ ആക്കുക, അങ്ങനെ കുറേ സംഗതികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് അവർ ചെയ്യുന്നുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്, തീരെ ഒരു 13 വയസ്സിനും മേലെയുള്ള കുറച്ച് കുട്ടികളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ചുഴുപ്പെടുക്കുന്നു, കലാശമെടുക്കുന്നു, സാരി നൃത്തം ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും നമുക്ക് ഈ കഥകളിയുടെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി രാമോഹൻ സാർ നമുക്ക് ഒരു ചെറിയൊരു കഥകളിയുടെ ആ ഒരു പാട്ടിൻ്റെ സുഖം താങ്കളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്തായാലും താങ്കളോട് സംസാരിക്കുന്നതിന് മുമ്പേ ആ പാട്ടിലേക്ക് കിടക്കാം. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത വിജയ സാരഥേ സാധു ദ്വിജനോ പറയുന്നു വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു സുജന സംഗമേറ്റം സുകൃത നിവഹ സുലഭമതനു നിയതം സുജന സംഗമേറ്റം സുകൃത നിവഹ സുലഭമതനു നിയതം
നാട്ടിലെത്തിയ സുഖമാണ് ശരിക്കും ഉണ്ടായത്. ഇത് കേട്ടിരിക്കുമ്പോൾ ശരിക്കും ഒന്നും പറയാൻ ഉള്ള വാക്കുകളൊക്കെ നമ്മൾ മിസ് ചെയ്യും. കാരണം ഇത്തരം ഈ ഒരു വർക്ക്ഷോപ്പ് 5-ാം തീയതി തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെയുള്ള ഈ ഒരു സമയത്തിനകത്ത് കഥകളിയോട് പ്രിയം കൂടിയ ആൾക്കാർ കൂടിയിട്ടുണ്ടാവും. കാരണം അത്രത്തോളം ലയിച്ചു പോകും ഏതൊരു വ്യക്തിയും. അതിൻ്റെ ഒരു ചെറിയൊരു അംശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയണം. എങ്ങനെയായിരുന്നു ഈ പഠിക്കാൻ വന്നവരോടുള്ള അവരുടെ താല്പര്യം? നാട്ടിലാണോ കൂടുതൽ അതോ ഇവിടെയാണോ കൂടുതൽ? സംശയമൊന്നുമില്ല, നാട്ടിലത്തെ എത്രയോ ഇരട്ടിയാണ് ഇവിടെ ഉള്ളത് ഒരു താല്പര്യമാണ്. അത് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നുണ്ട്, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ നാട്ടിൽ നടക്കുന്നതിനേക്കാളും വളരെ വിശദമായി നടക്കുന്ന ഒരു കഥകളിയുടെ ഒരു മുഴുവനായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നാട്ടിലിപ്പോൾ നടക്കാറില്ല എന്ന് തന്നെ പറയണം. ഇപ്പോൾ നടക്കുന്ന ഇവിടുത്തെ ഇനി വരാൻ പോകുന്ന ആ ഒരു ഫംഗ്ഷൻ, താങ്കൾ വേഷം കെട്ടുന്ന അതിനെക്കുറിച്ച് എന്തായിരിക്കും വേഷം, എന്തായിരിക്കും ആ കളി? ഇപ്പോൾ 18-ാം തീയതി അബുദാബിയിലൊരു കളിയുണ്ട് കീചകവധത്തിൽ. ഞാൻ സ്ത്രീവേഷമാണ് ചെയ്യുന്നത്, സൈറൻ 3 ആയിട്ടാണ് ചെയ്യുന്നത്, പാഞ്ചാലി ആയിട്ടാണ്. പിന്നെ 19-20 തീയതികളിൽ ഭൈമി നൈഷധം, അതായത് നളചരിത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ദിവസത്തെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വേറെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഡോക്ടർ ഏറ്റുമാനൂർ കണ്ണൻ വരുന്നുണ്ട്, ഡോക്ടർ വേണുഗോപാൽ വരുന്നുണ്ട്, പാട്ടിന് കോട്ടക്കൽ മധു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് പെർഫോമൻസ് അല്ല, ഡെമോൺസ്ട്രേഷനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത് നവംബറിൽ തിരുനോട്ടത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ നളചരിതം മുഴുവനായിട്ട് 4 ദിവസത്തെ കഥകൾ മുഴുവനായിട്ട്, അത് ചില ഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ വിട്ടുകളഞ്ഞ ഭാഗങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പം നളചരിതം 1-ാം ദിവസത്തിൽ ഈ വിവാഹരംഗമൊന്നും ഇപ്പോൾ കാണിക്കാറില്ല, നാട്ടിൽ കാണിക്കാറില്ല. അതൊക്കെ അതുൾപ്പെടെ അങ്ങനെ എല്ലാം ചേർത്തൊരു നളചരിത ഉത്സവം നവംബറിൽ ഇവിടെ ദുബായിൽ വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. രാമോജിയിലേക്ക് എത്ര ആൾക്കാരാണ് ഇപ്പോൾ കഥകളി സംഗീതത്തിലേക്ക് വരുന്നത്? കാരണം സംഗീതം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു സ്റ്റാർ സിംഗർ ആവുകയോ അല്ലെങ്കിൽ സിനിമയിൽ പാട്ട് പാടുകയോ അല്ലാതെ ഇങ്ങനെയുള്ള പാരമ്പര്യ കലയോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. എത്ര ആൾക്കാരാണ് ശരിക്കും ഇപ്പോൾ ഒരു മുറയായിട്ട് അഭ്യസിച്ച് വരുന്ന കഥകളി ഗായകർ? അത് വളരെ കുറച്ച് തന്നെയാണ്, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ വരുന്നുള്ളൂ. ഇത് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ പദം പാടുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷെ ആ കഥകളിയുടെ ചിട്ടവട്ടങ്ങൾ പഠിച്ചുകൊണ്ട് അതിൻ്റെ മുദ്രകൾ അറിഞ്ഞുകൊണ്ട്, അന്തരിച്ച കലാമണ്ഡലം പത്മനാഭൻ നായരാശൻ പറയാറുണ്ട്, സ്റ്റേജിൽ ഒരേ സമയം 5 നടന്മാരാണ് പറയും. ചെണ്ട, മദ്ദളം, പാട്ടുകാര്, ഇവരെല്ലാം ഒപ്പം നളനോ അല്ലെങ്കിൽ ദമയന്തിയോ ആവണം. വേഷക്കാരനനുസരിച്ച് ഒപ്പം അട്ടഹസിക്കുക, കരയുക ഒക്കെ ചെയ്താലേ ആവുള്ളൂ പറയും. അപ്പോൾ ആ ഒരു ഭാവം ഉൾക്കൊണ്ട് കണ്ട് പാടുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർ, പുതിയ തലമുറ അധികം തയ്യാറാവുന്നില്ല. അവർ അല്ല, അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പലർക്കും അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് സംഗീതത്തോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു പ്രായത്തിന് ശേഷമാണ് എനിക്ക് കഥകളി സംഗീതം എന്താണെന്നും അത് എത്ര മനോഹരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് ശേഷമാണ്. ഇപ്പോൾ പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസ് ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഈ അജിതാ ഹരെ എന്ന ശ്രീരാഗത്തിലുള്ള ഇത് കേൾക്കുമ്പോൾ ഒരുപാട് നാളത്തിന് ശേഷമാണ് ഞാൻ അത് കേൾക്കുന്നത്. എനിക്ക് അറിയാവുന്ന 1-2 കഥകളി സംഗീതത്തിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഒന്ന് അജിതാഹരിയാണ്, പിന്നെ നൈഷധനിവൻ എന്ന് പറയുന്ന നളചരിത്രത്തിലെ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മിസ്സായി പോയ പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാട്ടിലുള്ള കുട്ടികൾക്ക് തന്നെ അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കലാമണ്ഡലത്തിൽ പോയി പഠിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. കുറച്ചും കൂടെ ഫ്രീലാൻസ് ആയിട്ട് ഇതുപോലെ പഠിപ്പിക്കാനുള്ള ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നാട്ടിലും ഉണ്ട് അങ്ങനത്തെ ഗുരുനാഥന്മാര്. അപ്പോൾ ഈ കലോത്സവത്തിനൊക്കെ അതൊക്കെ ഒരു ക്യാപ്സ്യൂലായിട്ട് 10 മിനിറ്റ് മാത്രം അത് അതിൽ ഒതുങ്ങി പോവാണ്. അപ്പോൾ വേഷമായാലും ഒരു 10-15 മിനിറ്റിന്റെ മാത്രം പെർഫോം ചെയ്യാന്നുള്ള ഒരു 3-4 മണിക്കൂർ പാടാനുള്ള ഒരു സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ കർണാടക സംഗീതത്തിലാണ് ഒരു കച്ചേരി നടത്തുക എന്നുള്ളത് ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അതിപ്പോൾ കോമ്പറ്റീഷൻ ഇപ്പോൾ നാട്ടില് ഇത്ര രൂപ കൊടുത്താൽ പഞ്ചരത്ന കീർത്തനം പഠിപ്പിച്ചു തരും. അങ്ങനെയാണ്. അതിന് ഇത്ര ഇത് വർണ്ണം കീർത്തനം കഴിയണമെന്നൊന്നുമില്ല. ഇത്ര ഒരു പാക്കേജാണ് അത്. എന്തായാലും പത്രത്തിൽ നല്ലൊരു തലക്കെട്ടായിട്ട് വരാനുള്ള ഒരു കാര്യമാണ്. വിലയ്ക്ക് വിൽക്കപ്പെടുന്നു പഞ്ചരത്ന കീർത്തനങ്ങൾ. എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിക്കാം അല്പനേരത്തിൽ. ബി വിത്ത് മീ. ദിസ് ഈസ് മോർണിംഗ് മാഡ്നസ് വിത്ത് മീ ക്രിസ്, അനൂപ്.
ആൻഡ് സഞ്ജന. വിഷുപ്പുലരി മേടമാസം വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ശരിക്കും ഒരു വിഷു കൈനീട്ടം കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും മോർണിംഗ് മാറ്റേഴ്സിൽ. കാരണം കലയുടെ കൈനീട്ടം കിട്ടുന്നത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കാറില്ല. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കലയുടെ കൈനീട്ടം. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു കഥകളി വേഷങ്ങളിൽ തൻ്റെ കഴിവ് തെളിയിച്ച പീച്ചിപ്പള്ളി രാജീവൻ അദ്ദേഹം, അതിനോടൊപ്പം നെടുമ്പള്ളി രാംമോഹൻ കഥകളി സംഗീതത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഈ അഭ്യാസത്തിനെ കുറിച്ച്, അതായത് മുറയ്ക്ക് കഥകളി അഭ്യസിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിലുള്ളത് മാത്രമല്ല, ശരിയായ രീതിയിൽ അഭ്യസിക്കുന്നതിന്റെ രീതി എന്താണ്? കഥകളി അഭ്യസിക്കാൻ ഞാനൊക്കെ കഥകളി അഭ്യസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു, ഇത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയത്. ടിവിയിലൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ മേക്കപ്പ് ഇടുക, നമ്മളിപ്പോ സാധാരണ മേക്കപ്പ് ഒക്കെ ഇടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക, ഇങ്ങനെ കളിക്കാൻ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് എനിക്ക് ഓരോന്ന് കേൾക്കുമ്പോഴാണ് ഓ ഇത് ബുദ്ധിമുട്ടാണ്. രാവിലെ നേരത്തെ എണീറ്റിട്ട് കണ്ണ് സാധകം ഉണ്ട്, കണ്ണില് നെയ്യ് പുരട്ടിയിട്ട് കണ്ണിന്റെ ഐ എക്സസൈസസ് അത് ഓൾമോസ്റ്റ് 1 മണിക്കൂർ ഉണ്ടാവും. അതിന് റിഫ്രഷ് ചെയ്തിട്ട് പിന്നെ ഒഴിച്ചിലാണ് ദേഹം മുഴുവൻ എണ്ണ ഇട്ട് സ്വെറ്റ് ചെയ്യണം. വേർപ്പിച്ചതിന് ശേഷമേ ഒഴിയുള്ളൂ. ശരീരം വേർക്കണം. കുട്ടിക്കാലത്താകുമ്പോൾ ശരീരം വേർക്കില്ല. നല്ല മഴക്കാലം, മിഥുനം കർക്കിടക മാസത്തിലാണ് ഒഴിച്ചിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക, ഗുരുനാഥൻ കാണാതെ പുറത്ത് ഏറാലിക്കുള്ള വെള്ളം പക്ഷെ അദ്ദേഹം അത് തിരിച്ചറിയും ചെയ്യും, ഇത് വേർപ്പല്ല, പച്ചവെള്ളമാണ്. അപ്പം അതിന് ശിക്ഷ വേറെ ഉണ്ട്. ശിക്ഷ വേറെ ഒന്നുമില്ല, ഒരു 50 പ്രാവശ്യം ചാടുക. അത് കഴിഞ്ഞ് ഒഴിച്ചിൽ എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളാണ്. ആദ്യത്തെ ഒരു ആഴ്ച ഒഴിച്ചിൽ കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റെപ്സ് ഒന്നും കയറാൻ പറ്റാതെയാവും, ഇരിക്കാൻ പറ്റാതെ, ഈ തൈ മസിൽസിനൊക്കെ ഭയങ്കര പെയിനാവും. അതൊക്കെ സഹിച്ചിട്ട് അതൊരു അപ് ടു ചിങ്ങമാസം വരെ, അതായത് മിഥുനത്തിൽ തുടങ്ങിയാൽ ചിങ്ങമാസം വരെ ഈ ഒഴിച്ചിലിൻ്റെ ഇതുണ്ടാവും, ഈ അഭ്യാസം. ഇത് കഴിഞ്ഞാൽ ചുഴിപ്പുകൾ, കലാശങ്ങൾ, ഇതൊക്കെ പഠിക്കാൻ ഈ അവസരമാണ് ഉപയോഗിക്കുക. അതും കുറച്ച് വല്ലാതെ നല്ലോണം ബുദ്ധിമുട്ടാൻ തയ്യാറായി തന്നെ നമുക്ക് ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കഥകളി പഠിച്ചു തുടങ്ങുന്ന പലവരും ഈ ഉഴിച്ചിലിന്റെ കാലഘട്ടം കഴിയുമ്പോഴേക്കും അവർ നിർത്തിപ്പോകും. ഐ തിങ്ക് കൂടുതൽ എക്സ്പ്രഷൻസിലല്ല ഈ ഐബ്രോസ് വെച്ച് കളിക്കുന്നത്. ഞാൻ കൂടുതൽ ഇങ്ങനെ നോക്കാറ് അതാണ്, ഈ ഐബ്രോസ് ഒന്നു മാത്രം ഇങ്ങനെ ആക്കുന്നതല്ലോ. അത് ഒരു ചരിത്രമുള്ളതെന്ന് വെച്ചാൽ പണ്ട് മുഖത്തിന്റെ ഒഴിച്ചിലിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അത്രേ. മുഖം വെറുതെ കാലുകൊണ്ടൊന്നും ഇങ്ങനെ തട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പട്ടിക്കാന്തോടി രാവണിമേനാശാൻ കൊടുങ്ങല്ലൂർ കോവിലകത്ത് പോയി അവിടെ അവരുടെ തമ്പുരാക്കന്മാരുടെ അടുത്ത് അഭിനയത്തിന്റെ ശാസ്ത്രം പഠിച്ചതിന് ശേഷമാണ് ഈ മുഖത്തെ ഒഴിച്ചിൽ, മുഖത്തെ പേശി ചലനത്തിന് വേണ്ടിയിട്ട് സഹായകമാവുന്ന രീതിയിൽ ഒഴിച്ചിലൊക്കെ ക്രമപ്പെടുത്തിയത് പിന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ അഭ്യസിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. രാമോൻജി, താങ്കളോട് ചോദിക്കാനുള്ളത്, കഥകളി സംഗീതം പഠിക്കാൻ സാധാരണ രീതിയിലുള്ള സംഗീതാഭ്യാസം പോലും അതുപോലെയല്ല, വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനും ഇത്തരം മുറകളോ അല്ലെങ്കിൽ ചിട്ടകളോ അങ്ങനെ വരാറുണ്ടോ? ഇപ്പോൾ ബേസിക്കായിട്ട് കർണാടക സംഗീതത്തിൻ്റെ പാഠങ്ങൾ തന്നെയാണ് ആദ്യം അഭ്യസിപ്പിക്കുക. ഉദാഹരണത്തിന് വരിശകൾ, വർണ്ണങ്ങൾ. അതിനുശേഷമാണ് കഥകളി സംഗീതത്തിലേക്ക് കടക്കുന്നത്. പിന്നെ രണ്ടും പാരലായിട്ട് കൊണ്ടുപോകും. കഥകളി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ തോടയം, പുറപ്പാട് തുടങ്ങിയ ഇത് കഴിഞ്ഞാൽ പിന്നെ ക്രിമീരവധം പോലുള്ള കഥകളാണ് അഭ്യസിപ്പിക്കുക. ആ വരികൾ പാടി അതാണ്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ സ്വരങ്ങൾ അങ്ങനെയുള്ളതൊന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതൊക്കെ പിന്നീട് ആണ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേ അത് വരുന്നുള്ളൂ. അതായത് ആ ഭാവം കൊടുക്കണം, ഗുരുനാഥൻ്റെ മുഖത്ത് നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ ഭാവത്തിനനുസരിച്ച് ഭാവം കൊടുത്തുകൊണ്ട്, വേണ്ടിടത്ത് തോന്നൽ കൊടുത്തുകൊണ്ട്, അർത്ഥം മനസ്സിലാക്കി പാടി പഠിക്കുക. അതുപോലെ ബൈഹാർട്ട് ആകണം. അതൊക്കെയാണ് രണ്ടുപേരോടും ചോദിക്കാനുള്ള ഒരു കാര്യം. കാരണം ഓരോ തലമുറയും അറിയേണ്ട ഒരു കാര്യം, അതായത് വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമെന്ന് പറയുമ്പോൾ അതിന് എതിർപ്പോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ടോ ലഭിക്കുന്നതനുസരിച്ചാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത്. താങ്കളുടെ കുട്ടിക്കാലത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീതത്തിലും കഥകളിയിലേക്കും വരാനുള്ള ആ ഒരു സാഹചര്യം? എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയോട് വല്ലാത്തൊരു ഭ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ കഥകളി കാണാൻ പോകുമായിരുന്നു. വെക്കേഷനിൽ നമ്മൾ അമ്മ വീട്ടിൽ കുട്ടികളൊക്കെ ചേരുമ്പോൾ ഞങ്ങൾ കളിക്കുന്ന കളി കഥകളിയായിരുന്നു. ഓപ്പോളുമാരുടെ പാവാടയൊക്കെ എടുത്ത് ഞൊറിയൊക്കെ ആക്കി മുഖത്ത് പച്ചയിലൊക്കെ വെച്ച് തേച്ച് ഞങ്ങളുടെ പെർഫോമൻസ് കാണാൻ എൽഡേഴ്സ് വന്നിരിക്കും ചെയ്യും. ഞങ്ങളെ വെറുതെ ഈ കോമാളി കാണിക്കുന്നത്. അങ്ങനെ അമ്മയുടെ വീട്ടിൽ അവിടെ മുത്തശ്ശൻ്റെ ശതാഭിഷേകത്തിന് കഥകളി ഉണ്ടായി. അപ്പം അന്ന് ഗോപിയാശാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രഗത്ഭരെല്ലാവരും വന്ന് പങ്കെടുത്ത. അപ്പോൾ ഞാൻ ചെന്ന് ഗോപിയാശാനോട് ചെന്ന് ചോദിച്ചു, എന്നെ കലാമണ്ഡലത്തിൽ ചേർക്കുക ചോദിച്ചു. അപ്പോൾ ഗോപിയാശാൻ പറഞ്ഞു, കലാമണ്ഡലത്തിൽ അന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല, അപ്പോൾ അത് കളഞ്ഞിട്ട് കഥകളി പഠിക്കേണ്ട. അദ്ദേഹത്തിനോട് പോയി ചോദിക്കുന്നു, വേറെ ആളെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹമാണ് പിന്നീട് എൻ്റെ ഗുരുനാഥനായത്. ഞാൻ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു,
അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ സമ്മതമായിട്ടല്ലെങ്കിലും എൻ്റെ വാശിയുടെ ബലത്തിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ ഗുരുനാഥൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുക ചെയ്തു. താങ്കളുടെ എന്നെ എങ്ങനെയായിരുന്നു? സംബന്ധിച്ച് എൻ്റെ അച്ഛൻ കഥകളി പാട്ടുകാരനായിരുന്നു, നെടുമ്പള്ളി നാരായണൻ നമ്പൂതിരി. അപ്പോൾ ഞങ്ങളെ സഹോദരങ്ങളെ എല്ലാവരും കഥകളി, വേഷം, സംഗീതം കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചിരുന്നു, കർണാടക സംഗീതമൊക്കെ സ്കൂൾ പഠനത്തിനോടൊപ്പം. അച്ഛന് നല്ലൊരു മോഹം ഉണ്ടായിരുന്നു കഥകളി, സംഗീതജ്ഞനാവണമെന്നൊക്കെ. അച്ഛൻ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നു. പിന്നെ കുടുംബ പ്രാരാബ്ധങ്ങൾ, സ്കൂൾ ജോലി, അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോയി. അപ്പോൾ അത് മക്കൾക്ക് വരരുത് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു ഏട്ടൻ ബോംബെയിൽ ശിവപ്രസാദ്, പ്രൊഫഷൻ മ്യൂസിക് തന്നെയാണ്. വലിയ ഏട്ടനും വയലിനും വായിക്കും, കഥകളി പാട്ട് പാടും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം, ഞങ്ങളെല്ലാം രണ്ടും സ്കൂൾ പഠനവും രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് നല്ല ഉണ്ടായി. ഇപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ആരും കേൾക്കാതെ നമ്മൾ മാത്രം സംസാരിച്ച ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കഥകളീനെ ആട്ടമായിട്ട് കാണാതെ വെറുതെ ഒരു നോക്കുകുത്തിയെ പോലെ പല സ്ഥലത്തും നിർത്തിവെക്കുന്ന ഒരു വിഷമകരമായ ഒരു സംഭവം. അതായത് പല ഇവൻസിലും വെറുതെ നമസ്കാരം പറയാൻ വേണ്ടി മാത്രം. ഇതിനെ ഒരു കഥകളിയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് വല്ലാത്ത സങ്കടം തന്നെയാണ്. ചില സിനിമാ പാട്ടുകളിലൊക്കെ ഈ ഡ്യുവറ്റിന്റെ ബാക്കിൽ കഥകളി വേഷം ഊഞ്ഞാലാടുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ലജ്ജാവതി എന്നുള്ള പാട്ടിലുണ്ടായിരുന്നു ഒരു കഥകളി വേഷം അനാവശ്യമായിട്ട്. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ കഥകളി എന്നുള്ള കലാരൂപത്തിനെ നമ്മൾ തന്നെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു രീതി മലയാളത്തിൽ മറ്റ് അത് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവസാനം ഇറങ്ങിയ സെല്ലുലോയിഡ് എന്നുള്ള സിനിമയിൽ വെറുതെ ഒരു കഥകളി വേഷക്കാരന് അനാവശ്യമായിട്ടൊരു കഥാപാത്രത്തിന് ഒരു കോമിക് എലമെന്റ് ചേർത്തിട്ട് അത് ആ കഥയിലോ ആ സിനിമയിലോ ആവശ്യമില്ലാത്തൊരു കഥാപാത്രം. അപ്പോൾ യങ്സ്റ്റേഴ്സ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ കഥകളിക്കാരനെ ഒരു കൊമേഡിയനായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അനാവശ്യമായിട്ട് അങ്ങനെ നമ്മളെ ഇതിനെ വില കുറച്ച് കാണിക്കുന്ന ഒരു രീതി സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസിനും ഇങ്ങനെ കാണാറുണ്ട്. അതും എനിക്ക് തോന്നുന്നു വളരെ മോശമാണ്. കാരണം നമ്മുടേതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കേരള തനിമ കാണിക്കണമെങ്കിൽ അത് കഥകളിയുടെ മുഖമാണ്. അതെ, എന്തായാലും നമുക്ക് ഇത്രയും നേരം സമയം മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും നേരം ഞങ്ങൾക്ക് കഥകളിയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളും കഥകളിയെക്കുറിച്ചുള്ള താങ്കളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളുടെ ഓർമ്മയും കുറച്ചു നേരമെങ്കിലും ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയതായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കഥകളിയെക്കുറിച്ച് ഇത്രയുമെങ്കിലും പറയാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ്. സന്തോഷം മാത്രമല്ല, അനുഗ്രഹങ്ങളാണ് വേണ്ടത്. കാരണം അനുഗ്രഹീത കലാകാരന്മാർ ഞങ്ങളോടൊപ്പം ഇങ്ങനെ വരുന്ന സമയത്താണ് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് എന്താണ് ഞങ്ങൾ മിസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാകുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ. താങ്ക് യു. കഥകളിയെ നല്ല ഗൗരവമായിട്ട് കാണുന്ന കുറേ പേരുടെ കൂടെ ഒപ്പം ഇരിക്കാൻ പറ്റുമ്പോൾ അത് വളരെ സന്തോഷകരമാണ്. ഞങ്ങൾക്കൊരു പ്രചോദനം, പോസിറ്റീവ്. സമീക്ഷ എന്ന ഈ ഒരു ഫുൾ ക്യാമ്പയിൻ 12 ദിവസത്തെ വർക്ക്ഷോപ്പാണ് നടക്കുന്നത്. ഇത് 5-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ നടക്കുന്ന തിരുനോട്ടം ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു പരിപാടി പലർക്കും കഥകളിയെക്കുറിച്ച് ഒരു നല്ലൊരു അവബോധം, അതിനോടൊപ്പം നല്ല രീതിയിൽ കഥകളിയെ ആസ്വദിക്കാനുള്ള ഒരു ചിന്ത ഇതാണ് പകരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു നാട്ടിൽ അത് നടക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം.